ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അതും വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭ വിഷയം പാർലമെന്റിലാവുന്നുണ്ട്. പുറത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെതിരെ പ്രതിഷേധവുമായി പഞ്ചാബിലെ കർഷകർ രംഗത്തെത്തുകയാണ്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വസതികൾക്ക് മുന്നിൽ പ്രതിഷേധിക്കാനാണ് തീരുമാനം. US കാർഷികോൽപ്പന്നങ്ങൾ ഇനി ഇന്ത്യൻ വിപണിയിൽ നികുതിയില്ലാതെ വിൽക്കും എന്ന അമേരിക്കൻ പ്രഖ്യാപനത്തിലാണ് പ്രതിഷേധം. രാകേഷ്, ഈ വിഷയം അതെ, കഴിഞ്ഞ ദിവസം ഈ കരാറിന്റെ വിശദാംശങ്ങളൊക്കെ പുറത്തുവിടുമ്പോൾ ഇന്ത്യൻ കർഷകരുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതാണ്, കുറച്ചേറെ മേഖലകളിൽ ഇന്ത്യക്കാണ് കൂടുതൽ മെച്ചമുള്ളത് എന്നൊക്കെ പറയുമ്പോഴും കർഷകരുടെ ഇത്തരത്തിലുള്ള ആശങ്കകൾ ദൂരീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? കേന്ദ്രം ഇക്കാര്യത്തിൽ അങ്ങനെ ഇപ്പോൾ 2 തവണ വാണിജ്യമന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരണം നടത്തിയെങ്കിലും എന്തൊക്കെയാണ് ഈ ഡീലിന്റെ വിശദാംശങ്ങൾ എന്ന് പുറത്തു വരാത്തൊരു സാഹചര്യത്തിൽ ഇവരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലേ? അതെ ശ്രീജ, 2 തവണ വാണിജ്യമന്ത്രി വിശദീകരണം നടത്തി. പക്ഷേ ഈ കരാറിന്റെ ഉള്ളടക്കം എന്താണെന്ന് വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹം രാജ്യ താല്പര്യം സംരക്ഷിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. സഭയിലടക്കം അദ്ദേഹം പ്രസ്താവന നടത്തുകയും ചെയ്തതാണ്. പക്ഷേ കർഷകർക്ക് അത് മാത്രം പോരാ, എന്താണ് വിശദാംശങ്ങളെന്ന് വ്യക്തമാക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വാണിജ്യ കരാർ എന്ന നിലയിലേക്കുള്ള ആ ഒരു ആശയത്തിലേക്ക് കടക്കുന്നത്. പിന്നീട് ആ ചർച്ച മുന്നോട്ട് പോയി. അതിന് വിലങ്ങുതടിയായി നിന്നത് ഇത്തരത്തിൽ കാർഷിക മേഖല തുറന്നു നൽകണമെന്ന US ആവശ്യമായിരുന്നു. അതിനോട് ഇന്ത്യ യോജിച്ചിരുന്നില്ല. ഇന്ത്യ അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്ന അല്ലെങ്കിൽ US നൽകിയിരുന്ന മറുപടി രാജ്യ താല്പര്യം സംരക്ഷിച്ച് ഒന്നിനുമില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. കാരണം അന്ന് അത് പറയാൻ പല കാരണങ്ങളുണ്ട്, രാഷ്ട്രീയ കാരണങ്ങൾ പോലുമുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിനെ ഏറെ വലച്ചതാണ് പഞ്ചാബിൽ നിന്നുള്ള കർഷകരുടെ പ്രതിഷേധം. ആ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് ദേശീയ പാതകളൊക്കെ തന്നെ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം വലിയ ചർച്ചയായതാണ് രാജ്യത്താകമാനം. ഏതായാലും അത്തരമൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു നീക്കത്തിലേക്ക് കടന്നിരുന്നില്ല. പിന്നീട് 1 വർഷത്തിന് ശേഷം ഇപ്പോൾ കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ് കാർഷിക വിപണി തുറന്നു നൽകുന്നെന്ന പ്രഖ്യാപനം വരുന്നത്. അത് ആദ്യം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു. പിന്നീട് US അഗ്രികൾച്ചർ സെക്രട്ടറിയും സമാനമായ രീതിയിലുള്ള പ്രതികരണം നടത്തുന്നു. ഇതാണ് കർഷകരെ ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പഞ്ചാബിലെ കർഷകർ വലിയ തോതിലുള്ള സമര പരിപാടിയിലേക്ക് കടക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലാണ് പ്രതിഷേധം നടത്തുന്നത്. ഒപ്പം MLA മാർ, മന്ത്രിമാർ തുടങ്ങിയവരുടെ വസതിക്ക് മുന്നിലും പ്രതിഷേധിക്കുമെന്ന് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറിലും ആപ്പിളുകൾക്ക് താരിഫ് കുറച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടായിരുന്നു. ഇതിൽ വലിയ പ്രതിഷേധം ഉത്തരേന്ത്യയിലെ കർഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശിലടക്കം അവരുടെ ഉപജീവനത്തിൻ്റെ ഏതാണ്ട് 80% എന്ന് പറയുന്നത് ആപ്പിൾ കൃഷിയാണ്. അപ്പോൾ സ്വാഭാവികമായും യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ആപ്പിൾ അടക്കം താരിഫ് കുറച്ച് നൽകുമ്പോൾ അത് തങ്ങളെ ബാധിക്കും എന്ന ആശങ്ക അവർക്കുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോഴാണ് US-ഉമായുള്ള കരാർ കൂടി നിലവിൽ വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്രതിഷേധം കർഷകർ കടുപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുകയാണ്. ഏതായാലും പ്രതിപക്ഷം കൂടി ഇപ്പോൾ ഈ വിഷയം ഏറ്റെടുക്കുന്നു. നരവന വിഷയം തന്നെയാണ് മുഖ്യ വിഷയമായി പറയുമ്പോൾ പോലും ഇന്ത്യ അമേരിക്കൻ കരാറിൻ്റെ ഉള്ളടക്കം അത് വ്യക്തമാക്കണം എന്ന ആവശ്യം അവർ ആവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ വാണിജ്യമന്ത്രി പ്രസ്താവന നടത്തിയെങ്കിൽ പോലും വലിയ ബഹളം അവിടെ സഭയിൽ കാണാമായിരുന്നു. അദ്ദേഹം ആകട്ടെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ സഭ സമ്മേളിക്കുന്ന ഘട്ടത്തിൽ ഒരു കരാറിൽ ഒപ്പിടുമ്പോൾ അതറിയാൻ സഭയ്ക്ക് അവകാശമുണ്ട് എന്ന് ആവർത്തിക്കുകയാണ് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷവും ചെയ്യുന്നത്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.